ഞാൻ ഓഫീസിൽ പോകുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ വഴിയിലുള്ള ഷോപ്പിംഗ് മോളാണ് കേട്ടോ ഇത്. ഇപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ഹാങ്ങിങ് ട്രീസും ബോബിൾസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് സാൻഡയുടെ ചെയറാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ ഇത്. ജെല്ലി പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ആദ്യം തന്നെ റാസ്ബെറിയുടെ ജെല്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 255 ml ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കുന്നത് അതിൻ്റെ പാക്കറ്റിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നോരോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ജെല്ലി വാങ്ങിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൗഡർ ഇരിക്കുന്നത് കൊണ്ട് ഇത് വെച്ചിട്ടുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഇളക്കുക. ഇതിൽ തരിയും കട്ടിയൊന്നും ഇല്ലാത്ത തരത്തിൽ എല്ലാം ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ജെല്ലി പൗഡർ കംപ്ലീറ്റ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. അത് കഴിയുമ്പോൾ ഇതിലേക്ക് സെയിം എമൗണ്ട് 255 ml തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജെല്ലി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാക്കറ്റിൻ്റെ പുറകിലുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം ഇതുണ്ടാക്കാം. റാസ്ബെറി ജെല്ലി ഇവിടെ ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ 4 കളറിലുള്ള ജെല്ലി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇത് ബ്ലാക്ക് കറൻ്റാണ്, ഇത് സ്ട്രോബെറി ആണ്, ഇത് ലൈമാണ്. അങ്ങനെ 4 കളറിലുള്ള ജെല്ലി ഞാനിവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം, ഇത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇത്രയധികം ജെല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ പോളിനും അമ്മൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജെല്ലി. അപ്പോൾ ഇത് മുഴുവൻ എനിക്ക് പുഡിങ് ഉണ്ടാക്കാനൊന്നും കിട്ടില്ല. മിക്കതും അവർ കുറച്ച് എടുത്തുകൊണ്ട് പോകും ഇതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇടാൻ പോണത് ജലറ്റിനാണ്. ഇതൊരു 12 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ എനിക്ക് ഇത്രയും വേണം നമ്മൾ ഉണ്ടാക്കാൻ പോണ മിൽക്കും ക്രീമും കൂടിയിട്ടുള്ള ആ മിക്സ്ചർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജലറ്റിൻ ആദ്യം ഈ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനിട്ട് വയ്ക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒഴിക്കുന്നു. അതുപോലെ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ഇതിലേക്ക് ഒരു 300 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. പാലും ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടെ ഒരുവിധം നന്നായിട്ട് വാമായി വന്നിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടായാൽ മതി. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഒഴിച്ച് വെച്ച ജലറ്റിൻ ഒഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഫ്ലേവറിങ് ആഡ് ചെയ്യാം കേട്ടോ, വാനിലയോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമ്മളുടെ ജലറ്റിൻ ഇതിൽ നല്ലോണം ഡിസോൾവ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചപ്പോൾ അത് ഡിസോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ 4 കളറിലുള്ള ജെല്ലീസ് ഇതേ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കറൻറ്റ്, റാസ്ബെറി, സ്ട്രോബെറി, ലൈമിൻ്റെ ഗ്രീൻ കളർ അത്ര ക്ലിയർ ആയിട്ട് കിട്ടണില്ലേ, റെഡ് പാത്രത്തിലിരിക്കണം. അപ്പം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സ്ചർ ഇവിടെ നല്ലോണം തണുത്തുണ്ട്. അപ്പം ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് അത് ആദ്യം കുറച്ച് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജെല്ലിയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലെനിക്ക് കുറേ ജെല്ലി ബാക്കി ഉണ്ടായിരിക്കും, പക്ഷെ അത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ കഴിച്ചോളും. കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ പാല് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ജെല്ലിയെല്ലാം ഈ പാലിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കണ തരത്തിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മുടെ ജെല്ലി പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴുള്ള സ്ഥിതിയാണ് കേട്ടോ. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ജെല്ലി ആയതുകൊണ്ട് ഒരു ചെറിയ ജിഗിളുണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയ സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്നിങ്ങനെ ലൂസാക്കി കൊടുക്കുകയാണ്. നമ്മൾ പ്ലേറ്റിലേക്ക് മറിച്ചിടുമ്പോൾ ക്ലീനായിട്ട് കിട്ടണമല്ലോ. എഡ്ജ് ലൂസാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക, മറിച്ചിടാം.
ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ട് ഒരു ക്രാക്ക് വന്നു. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ദേ അങ്ങനെ ഞാൻ നമ്മുടെ ജെല്ലി പുഡിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയാണ് കാണാനുള്ള. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടായി ഒരു ഡെസേർട്ട്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പ്ലേറ്റിൽ കിടന്നിട്ട് ബൗൺസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഡെസേർട്ട് പല കളറിലുള്ള ജെല്ലി വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.